പലർക്കും സെക്കൻഡ് തോട്ടും വരും, എനിക്കും വന്നിട്ടുണ്ട്, വരായികയില്ല. കാരണം അത്രയും വലിയൊരു ഡൗൺഫോളിൽ ഞാൻ ഒരു കാലത്ത് വീണിരുന്നു. തിരിച്ച് എങ്ങനെ നോക്കിയാലും കയറാൻ പറ്റാത്ത രീതിയിൽ, എവിടെയൊക്കെ കൈ പിടിച്ചാലും ഒരു കയറും എങ്ങനെയും കിട്ടാത്തൊരവസ്ഥ. പക്ഷേ വിട്ടുകൊടുത്തില്ല. സ്ട്രഗിൾ ചെയ്തായാലും ശരി, എങ്ങനെയായാലും ശരി, എങ്ങനെയോ കൈ കിട്ടി. ആ കൈ പിടിച്ചങ്ങോട്ട് കയറി. ഇപ്പം പോളണ്ടിലിരുന്നു. പക്ഷെ പോളണ്ടിൽ എവിടെ എത്തിയിട്ടില്ല. പോളണ്ടിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലും അടി കിട്ടാം, പക്ഷെ തോറ്റു കൊടുക്കില്ല. ആ ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പഠിപ്പിച്ചേക്കണതാണ്, ഞാൻ ചത്താൽ ഒരു 10 ആൾ നമ്മുടെ ചുറ്റും നിന്ന് പറഞ്ഞു ഇവനൊരു ബഡാ ടീമായിരുന്നു എന്ന് പറയുന്ന ലെവലിലൊക്കെ ചത്താൽ അതൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ മറ്റേ പരിപാടിയിലുള്ള ഡെത്ത് പരിപാടിയൊന്നും നമ്മൾ പിടിക്കൂല. പിടിക്കുകയാണെങ്കിൽ ഹെവി ആയിട്ട് നമ്മളിവിടുന്ന് ലോകം വിട്ടങ്ങോട്ട് പോകും എന്നാണ് തീരുമാനം. ഇനിയിപ്പോൾ ആക്സിഡൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലാതെ എത്ര തോൽവി വന്നാലും മറ്റേ ഡിസിഷൻ എടുത്തിട്ടുള്ള പോക്കില്ല. നിങ്ങളും അങ്ങനെ തന്നെ എടുക്കുക. ഓരോ തോൽവിയും ഓരോ ലെസൺസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ പാഠങ്ങളായിട്ട് എടുക്കുക. അത് ഓരോ സ്കാറായിട്ട് നിങ്ങളുടെ മേത്ത് കിടന്നോട്ടെ. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, അങ്ങോട്ട് ഉയർത്തെഴുന്നേക്കുക, പൊരുതുക. അവസാനം എന്തായാലും വിജയം കാണും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്.